തുടങ്ങട്ടോ. സോ എല്ലാവർക്കും നമസ്കാരം. MI ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലിറ്റററി ലെൻസിന്റെ 67ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമുക്കറിയാം, പുസ്തക വായന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. നമ്മൾ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പിന്നെ അതിലൂടെ അതിന്റെ കഥാപാത്രങ്ങളെ നേരിട്ട് മനസ്സിലാക്കുമ്പോഴും സത്യത്തിൽ അവിടെ ഒരു വ്യക്തിത്വ വികസനം കൂടിയാണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ കുറെ ഐഡിയോളജീസിന് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് അത്തരത്തിലുള്ള പുസ്തക വായനയിലൂടെ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഇവിടെ അവതരണം നടത്തുന്ന സീത ഫാത്തിമ VP ആണ് ഫ്രം സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. സോ റിവ്യൂ പറയുന്നതിനായിട്ട് സീതയെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ കൺവീനർ ആയിട്ടുള്ള രംഗസിനെയും പിന്നെ കോർഡിനേറ്റർ ആയിട്ടുള്ള അമിത് സാറിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു നന്ദന. അപ്പൊ ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് റിവ്യൂ ആണ്. ആരാച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. KR മീര എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ബുക്കിനെ കുറിച്ച് വായിച്ചിട്ടില്ലെങ്കിലും അറിയുന്നെങ്കിലും ഞാൻ വിചാരിക്കുകയാണ്. അപ്പം KR മീരയുടെ ബുക്സ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, എപ്പോഴും ഒരു സ്ട്രോങ് ഫെമിനിസം തീമാക്കി വെച്ചിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ്. ഇപ്പോൾ നിലവിലുള്ള റൈറ്റേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്ററുകളിൽ ഒരാളാണ് KR മീര. അപ്പോ ഇത് ആരാച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹെഡിങ് തന്നെ തുടങ്ങാം. ആരാച്ചാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ആരാച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷണർ അഥവാ തൂക്കി കൊല്ലുന്ന ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2012 DC ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ബുക്കിന് ഓടക്കുഴൽ അവാർഡ്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് ഇവയെല്ലാം കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. കുറെ അധികം പിന്നെയും അവാർഡുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ വായിച്ചതിൽ ഏറ്റവും വലിയൊരു നോവലാണിത്. 552 പേജസ് ആണ്. അപ്പൊ ഇതിൽ മൊത്തം സ്റ്റോറി നിങ്ങളോട് പറയാന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ല. ഞാനൊരു സമ്മറി പോലെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോ തുടക്കത്തിൽ തന്നെ ഞാനിപ്പോ ഹെഡിങ് പറഞ്ഞല്ലോ, ഇനി ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറയും. ഈ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ബംഗാള് അല്ലെങ്കിൽ കൊൽക്കത്ത ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അങ്ങനെയെന്ന് വെച്ചാൽ ഒരു മരണമാണ് ഇതിന്റെ മെയിൻ തീം. നമുക്കൊരു നെഗറ്റിവിറ്റി തോന്നെങ്കിലും പക്ഷെ തീർത്തും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കാരണം ആരാച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന പോലെ തന്നെ ഈ ഒരു തൂക്കി കൊല്ലുക എന്ന് പറയുമ്പോൾ അതിലൊരു മരണം തന്നെയാണ് തീം. അതുപോലെ തന്നെ ഇതില് പ്രൊട്ടഗോണിസ്റ്റിന്റെ വീട് നിലനിൽക്കുന്നത് ഗംഗയുടെ തീരത്താണ്. നീന്തല ഘാട്ട് എന്നാണ് ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്നത്. അപ്പൊ ഈ ഗംഗ മൃതദേഹങ്ങളുടെ ചിതാഭസ്മം ഒഴുക്കി വിടുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ എപ്പോഴും അവര് ഡെയിലി ലൈഫ് പറയുമ്പോഴും എപ്പോഴും മരണമാണ് ഇതിൽ തീമായിട്ട് പറയുന്നത്. അപ്പം ഇതില് പ്രോട്ടഗോണിസ്റ്റ് ആദ്യം ഞാൻ കഥാപാത്രങ്ങൾ പറയാം. അപ്പോൾ ഇതിൽ കുറേ അധികം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ടഫായിട്ടുള്ള കുറച്ച്, കാരണം നമുക്കറിയാലോ നോർത്തിലുള്ള പേരുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നീളം വലിപ്പമുള്ള പേരുകളായിരിക്കും. അതുകൊണ്ട് എനിക്കിപ്പോ എല്ലാ പേരുകളും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും ഇപ്പോഴും ഓർമ്മയില്ല എല്ലാ പേരുകളും. അപ്പൊ ഞാൻ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയാം. ഇതിൽ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ കഥാപാത്രമാണ്. 22 വയസ്സുള്ള ചേതന ഗ്രദ്ദ മല്ലിക് എന്നാണ് ഈ കുട്ടിയുടെ പേര്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ അച്ഛനുണ്ട്, ഫാനിഭൂഷൺ ഗ്രദ്ദ മല്ലിക് എന്നാണ് അച്ഛന്റെ പേര്. അതേപോലെ ഒരു സഹോദരനുണ്ട്, രാമുദ എന്നാണ് പേര്. പിന്നെ അമ്മ, മുത്തശ്ശി, ഇവരാണ് ഇവരുടെ ഒരു ഫാമിലി. അത് കഴിഞ്ഞിട്ട് ഇതിൽ പിന്നെ വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് യതീന്ദ്രനാഥ ബാനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ഒരു തൂക്കിക്കൊലക്ക് വിധിക്കപ്പെടുന്ന ഒരാളാണ്. അത് നമുക്ക് വഴിയെ ഞാൻ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ക്യാരക്ടേഴ്സിനെ മാത്രം ഓർത്തു വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരാളാണ് സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു ചേതനയുടെ ഒരു കാമുകൻ അല്ലെങ്കിൽ കള്ളക്കാമുകൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. അത് നമുക്ക് കഥ പറയുമ്പോൾ മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അപ്പൊ ഇതാണ് മെയിൻ പ്രോട്ടഗോണിസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ തുടക്കം ഞാൻ പറയാം. ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് യതീന്ദ്രനാഥ ബാനർജി ഞാൻ പറഞ്ഞല്ലോ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരാളെന്ന്. അദ്ദേഹത്തിന്റെ തൂക്കിക്കൊല സ്റ്റേ ചെയ്തു എന്നുള്ള ഒരു ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ്, ഒരു ന്യൂസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കഥയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യതീന്ദ്രനാഥ ബാനർജിയുടെ തൂക്കിക്കൊല നടക്കാൻ കാരണം ഇദ്ദേഹം ഒരു ചെറിയ മോളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ആ കുടുംബത്തിലുള്ള ഈ കുട്ടിയുടെ കുടുംബത്തിലുള്ള ബാക്കി ആൾക്കാരെയും കൊന്നിട്ട്
ഇത്രയും കാലം ജയിലിൽ നടന്നിട്ടും കിടന്നിട്ടും എന്താ പറയാ ഒരു കുറ്റബോധവും ഇല്ലാണ്ടായിട്ടോ ആയതുകൊണ്ടാണ് ഈ ഒരു തൂക്കിക്കൊല നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വിധിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇപ്പൊ അടുത്താണ്, ഈ ഒരു കാലത്താണ് ഈ അടുത്ത കാലത്താണ് ഈ തൂക്കിക്കൊല വിധിച്ചിട്ടുള്ളത്. അതായത് ഈ ഇന്ത്യയിലെ ജനാധിപത്യം ശേഷം, അതിന് മുന്നേയും രാജഭരണത്തിലൊക്കെ ഈ ഒരു എന്താ പറയാ തൂക്കിക്കൊല നടന്നിട്ടുണ്ട്. അത് രാജഭരണത്തിൽ സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ജനാധിപത്യ ഭരണം വന്നതിന് ശേഷം ഈ തൂക്കിക്കൊലകൾ നടന്നിട്ടില്ല. അതിനുശേഷം നടക്കുന്ന ഒരു തൂക്കിക്കൊലയാണിത്. അപ്പോ ഈ ഒരു ആരാച്ചാർ കുടുംബം, ഇവര് ഞാൻ പറഞ്ഞല്ലോ ആരാച്ചാർ കുടുംബമാണ്. ഈ ചേതന ഗ്രദ്ദ മല്ലിക്, ഫാനിഭൂഷൺ ഗ്രദ്ദ മല്ലിക് എന്നൊക്കെ പറയുന്നത് ആരാച്ചാർ തൊഴില് ഒരു കുലത്തൊഴിലാക്കി ഏറ്റെടുത്തുള്ള കുടുംബത്തിന്റെ ഇപ്പൊ നിലവിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഫാനിഭൂഷൺ ഗ്രദ്ദ മല്ലിക് ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുന്നേ രാജഭരണത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം 451 പേരെയാണ് അദ്ദേഹം ഇതുവരെ തൂക്കിലേറ്റിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 451 ആൾക്കാർ ഈ ജീവിതത്തിൽ, ഇത്രയും കുറഞ്ഞ ജീവിതത്തിൽ അദ്ദേഹം തൂക്കി കൊല്ലണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വയസ്സുണ്ടാവും. അപ്പം ഈ ഒരു അദ്ദേഹത്തിന് വയസ്സായതും പിന്നെ കുടുംബത്തിന്റെ ദാരിദ്ര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അടുത്ത ഒരു തൂക്കിക്കൊല ഇദ്ദേഹത്തിന്റെ നേരെ തിരിയുമ്പോൾ അദ്ദേഹം ഒരു കരാറ് വെക്കാണ്, ഒരു ഡിമാൻഡ് വെക്കാണ് സർക്കാരിനോട്. ഈ ഒരു തൂക്കിക്കൊല ഞാൻ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എന്റെ മകൾക്ക് ഈ ഒരു സർക്കാർ ജോലി, ഏതെങ്കിലും ഒരു സർക്കാർ ജോലി, ആരാച്ചാർ ജോലി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, സർക്കാർ ജോലി നൽകണം, എന്നാലേ ഞാൻ ഇത് നടപ്പിലാക്കുള്ളൂ എന്ന് പറയാൻ ചെയ്യുന്നത്. പക്ഷേ ഈ സാധാരണ ഇതുവരെയുള്ള ആരാച്ചാർ കുടുംബം, അത് 2400 വർഷത്തെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ആരാച്ചാർമാർക്ക്. അതിങ്ങനെ തൊഴിലായിട്ട് കുലത്തൊഴിലായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതില് പുരുഷന്മാര് മാത്രമാണ് ഇതുവരെ ആരാച്ചാറായിട്ടുള്ളൂ. അപ്പോ ഈ ഒരു ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, മകന്റെ 2 കൈയും കാലും അറ്റിട്ടുണ്ട്, ഛേദിച്ച് വെച്ചതാണ്. അപ്പൊ അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇതിനു മുന്നേ ഈ ഒരു അച്ഛൻ തൂക്കി കൊന്നിട്ടുള്ള ആളുടെ അച്ഛൻ, അതായത് തൂക്കി കൊല്ലപ്പെട്ട വ്യക്തിയുടെ അച്ഛനുണ്ട് വേറൊരാള്, അദ്ദേഹം വന്നിട്ട് ഈ മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താന്ന് കുറച്ചെങ്കിലും ഈ തൂക്കി കൊല്ലുന്ന ആളെ അറിയണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫാനിഭൂഷന്റെ മകന്റെ കൈയും കാലും ഛേദിക്കാണ് ചെയ്തത്. അപ്പോ ഈ ഒരിക്കലും ഈ രാമുദ എന്നുള്ള വ്യക്തിക്ക് ഇനി തൂക്കിക്കൊലകൾ നടപ്പിലാക്കാനോ എന്തിനും പെട്ടെന്ന് എണീക്കാൻ പോലും പറ്റൂല. ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോഴാണ് ഈ ചെയ്തിനേക്ക് ഇങ്ങനെ ഒരു സർക്കാർ ജോലി വേണം, അല്ലാണ്ട് എന്റെ കുടുംബം മുന്നോട്ട് പോവില്ല, ഞാൻ ഇത്രയും സർക്കാരിനെ സേവിക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും ഉപകാരം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡിമാൻഡ് മുന്നിലേക്ക് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ അത് അനുവദിച്ചില്ല. തൂക്കിക്കൊല നടത്തണമെങ്കിൽ ഒരു കുട്ടിക്ക് സർക്കാർ ജോലി നൽകാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. അതപ്പോ ജനാധിപത്യത്തിൽ ഇപ്പോ ഫസ്റ്റ് ആയിട്ട് നടക്കുന്ന തൂക്കിക്കൊല ആയതുകൊണ്ട് ഓൾറെഡി അത് മാധ്യമ പ്രാധാന്യം നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇങ്ങനെയും കൂടി വന്നപ്പോ ഒരു പുതിയ അവതാരം, അതായത് സഞ്ജീവ് കുമാർ മിത്ര, ഒരു മാധ്യമ പ്രവർത്തകൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ചേതനയുടെ കാമുകനായിട്ട് വരുന്ന വ്യക്തി രംഗത്തേക്ക് വന്നിട്ട് പറയാണ്, എന്താ പറയാ, ഈ ഒരു സർക്കാർ ജോലി എന്നതിന് പുറമെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടത് ആരാച്ചാർ എന്നുള്ള ജോലിയാണ്. അപ്പൊ ലോകത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ തന്നെ ഒരു സ്ത്രീ എക്സിക്യൂഷണർ എന്നുള്ള ആ ഒരു പൊസിഷൻ ഇവൾക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹത്തിന് എന്താ പറയാ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം, ഈ കുട്ടിക്ക് ഇത്ര പദവി കൊടുക്കണം, ആ ഒരു ആഗ്രഹം കൊണ്ടൊന്നല്ല. അദ്ദേഹത്തിന്റെ ചാനലിന് കിട്ടുന്ന TRP അല്ലെങ്കിൽ ഇതുകൊണ്ട് കിട്ടുന്ന മാധ്യമ പ്രാധാന്യം, ഇതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഈ സഞ്ജീവ് കുമാർ മിത്ര അത്യാവശ്യത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോ ചേതനക്ക് ഓൾറെഡി ടിവിയിലൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയ ക്രഷ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് ഉണ്ട്. അപ്പോ ഈ ഒരു സഞ്ജീവ് കുമാർ മിത്ര തന്റെ വീട്ടിലേക്ക് വരുമ്പോ അവളുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് വായനക്കാർക്ക് മനസ്സിലാവുന്നത് ഓൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാവണത്. അപ്പോ അങ്ങനെ ഈ സഞ്ജീവ് കുമാർ മിത്ര വന്നിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോ ഈ അച്ഛനും അത് ആലോചിക്കണം. അച്ഛൻ അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മെച്യൂരിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ അച്ഛനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മോളെ ആര് കല്യാണം കഴിക്കും, ഒരു ആരാച്ചാർ എന്നിട്ടുള്ള ഒരു തൂക്കിക്കൊല നടത്തുന്ന ഒരു കുട്ടീനെ ആര് കല്യാണം കഴിക്കും, ആരും ഇത് സ്വീകരിക്കൂല, ഭാര്യയായിട്ട് സ്വീകരിക്കൂല എന്നൊക്കെ പറയാണ്. അപ്പൊ സഞ്ജീവ് കുമാർ മിത്ര അവിടെ പറയാണ് ഞാൻ കല്യാണം കഴിക്കും എന്ന് പറയാണ്, ഞാൻ കല്യാണം കഴിക്കാന്ന് പറയാണ്. അപ്പൊ ഈ അച്ഛന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. കാരണം സോഷ്യലി അത്രയും പൊസിഷൻഡ് ആയിട്ടുള്ള ഒരാള് തന്റെ ആരാച്ചാർ കുടുംബത്തിൽ നിന്ന് ഇത്രയും ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ്, അവിടുന്ന് കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ അത്രയും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ട് അദ്ദേഹത്തോടുള്ള കടപ്പാട് മൂലം അദ്ദേഹം പറയുന്ന കരാറുകളിലൊക്കെ സൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന മെയിൻ കരാർ എന്താന്ന് വെച്ചാല് ഈ ഒരു തൂക്കിക്കൊല നടക്കുന്നത് വരെ തന്റെ ചാനലിൽ ഈ ഒരു ചേതന ഗ്രദ്ദ മല്ലിക് ഡെയിലി ഇന്റർവ്യൂ കൊടുക്കണം എന്നുള്ളത്. അത് അവർക്ക് അത്ര പ്രശ്നമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു കരാറ് സൈൻ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ വിത്തിൻ 2 days ചേതനക്ക് മനസ്സിലാവാണ് അദ്ദേഹത്തിന് ഇവളോട് പ്രണയമല്ല, നേരെ മറിച്ചൊരു ബോഡി മാത്രം ആഗ്രഹിക്കുന്ന ആ ഒരു ഇന്റൻഷൻ ആണെന്ന് മനസ്സിലാവാണ് ചെയ്യുന്നത്.
പക്ഷെ നമുക്ക് വായിച്ച് പിന്നെ മുന്നോട്ട് പോകുമ്പോഴും ഇവള് ഈ ചാനലിൽ പോകുന്നുണ്ട്, ഈ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അവര് തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. ഇതുവരെ നമുക്ക് അവർക്ക് തമ്മിൽ പ്രണയം ഉണ്ടെന്ന് മനസ്സിലായത് ചേതനയുടെ ഓരോ നമുക്ക് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് അങ്ങനെ നെറേറ്റീവായിട്ട് എഴുതുമ്പോൾ മാത്രമേ നമുക്ക് വായനക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്, അവർ കറങ്ങാൻ പോകുന്നുണ്ട്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ കറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടക്കൊക്കെ തന്റെ പൂർവികരായിട്ടുള്ള ഓരോ ആരാച്ചാർമാരുടെ കഥകളും അവർ തൂക്കിക്കൊന്ന ആളുകളുടെ കഥകളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് 552 പേജ് എന്ന് പറഞ്ഞിട്ട് അത്രയും നീളത്തിലുള്ള ഒരു ബുക്കായി മാറുന്നത്. പക്ഷെ ഒട്ടും ബോറിംഗ് അല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ് എല്ലാം. പക്ഷെ എല്ലാം ഇവിടെ പറയാൻ എനിക്ക് പറ്റില്ല, അത് നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രണയത്തിലായതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ പ്രണയത്തിലാവുമ്പോ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇത്രയും അത് അറിഞ്ഞിട്ടും ബോഡിയാണ് ആഗ്രഹിക്കുന്നത്, TRPക്ക് വേണ്ടിയാണ് ഇത് എന്നൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് ചേതന ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് ലാസ്റ്റ് എൻഡിൽ കിട്ടുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അവര് പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതില് അച്ഛൻ ഇതില് വേറൊരു ചാനലില് വർക്ക് ചെയ്യാൻ ഇതേപോലെ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുമ്പോ ഈ ഒരു ചാനൽ സഞ്ജീവ് കുമാർ മിത്രയുടെ ചാനലിൽ അത് ഇഷ്ടാവുന്നില്ല. കാരണം ഇവർക്ക് കിട്ടുന്നതിനേക്കാളും TRP അവിടെ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടില് ചേതനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കണം, പറയാൻ. അതായത് ഒരു ആരാച്ചാർക്ക് അത് കുറച്ചൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും എപ്പോഴും എല്ലാ ചാനലിലും വന്ന് പറയാൻ പറ്റിക്കോണം എന്നില്ല. അതൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ സഞ്ജയ് കുമാർ മിത്ര ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ പോലും ഒരു മോഷണം എന്നുള്ള ഒരു ശീലമൊക്കെ അദ്ദേഹത്തിനുണ്ട്, നന്നായിട്ട് മോഷ്ടിക്കുന്ന ആളാണ്. അപ്പൊ ഇതും എല്ലാം ഒന്നും ചേതനക്ക് ഇതാകുന്നില്ല, ദഹിക്കുന്നില്ല. അപ്പോ അങ്ങനെ അവള് ഈ ഒരു മനസ്സിൽ വൈരാഗ്യം ഉണ്ട് നമുക്കറിയാം. പക്ഷെ ചില പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യും ഇതെന്താ ഇങ്ങനെ, ഇവൾക്ക് എന്താ പ്രണയമാണോ എന്താന്ന് നമുക്ക് തന്നെ മനസ്സിലാവൂല. അങ്ങനെ കുറെ കഴിഞ്ഞ് അവളുടെ ഓരോ പൂർവികരുടെ കഥകളൊക്കെ കഴിഞ്ഞ് ഈ ഒരു എക്സിക്യൂഷൻ നടക്കാൻ പോകുന്നതിന്റെ ഒരു 2 ദിവസം മുന്നേ സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി തന്റെ ചാനൽ സ്റ്റുഡിയോയില് ഈ ഒരു തൂക്കുമരം തൂക്കിക്കൊല്ലുന്ന തൂക്കുമരം കാണിക്കുന്നുണ്ട്. ഡെമോ ആയിട്ട് ഒരു റിയൽ തൂക്കുമരം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഈ സഞ്ജീവ് കുമാർ മിത്ര ഈ ഒരു ഡെമോ ആയിട്ട് ഈ ഡെമോ തൂക്കിക്കൊല കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെയാണ് ഒരു ഡമ്മി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അവൾ അതൊരു കൊലയാക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അത്രയും ചാനലുകളുടെ ഈ ലോകത്തിന്റെ മുന്നിൽ വെച്ചിട്ട് സഞ്ജീവ് കുമാർ മിത്രനെ അവള് തൂക്കിക്കൊല്ലാണ് ചെയ്യുന്നത്. അപ്പം അതിൽ അവള് പറയുന്നത് എന്റെ മുറിവേറ്റ സ്ത്രീത്വത്തിന് ഇപ്പൊ ഒരു പരിഹാരമായി എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ ഇടക്ക് അദ്ദേഹം പല രീതിക്കും അവളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നേയും ഈ ഒരു സഞ്ജീവ് കുമാർ മിത്ര രംഗത്തേക്ക് വരുന്നതിന് മുന്നേയും അവളെ സെക്ഷലി ഹറാസ് ചെയ്യാൻ ശ്രമിച്ച ഒരാളെ ഈ ഒരു ആരാച്ചാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൂക്കിക്കൊല്ലാൻ കറക്റ്റ് മർമ്മവും കാര്യങ്ങളൊക്കെ അറിയാം. എവിടെ കെട്ടിട്ടാലാണ് കൊല്ലാൻ പറ്റുക, എത്രത്തോളം ഒരാളുടെ ബോഡി വെയിറ്റും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് എവിടെ കെട്ടിടണം, എത്ര പവറിൽ ഇടണം എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം അതൊക്കെ അനുസരിച്ചിട്ട് ഇതിന് തൊട്ട് മുന്നേ അവളെ ഇങ്ങനെ ഹറാസ് ചെയ്യാൻ ശ്രമിച്ച ആളെ അവള് തന്നെ കൊന്നിട്ടുണ്ട്. അപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്. 19-ാം ഒരു അധ്യായം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ചേതന ഗ്രദ്ദ മല്ലിക്, ഞാൻ മൊത്തം സ്ത്രീത്വത്തിന്റെയും ലോകത്തിന്റെയും ഇന്ത്യയുടെയും പ്രതീകമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്തോ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അപ്പോ ഇതാണ് മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. അതിൽ പിന്നെ കുറെ ആരാച്ചാർ സ്റ്റോറികളും ഓരോരുത്തർ തൂക്കിക്കൊന്ന സ്റ്റോറികളും ഒക്കെയാണുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കിത് പറയുമ്പോൾ നമുക്ക് ഫുള്ള് ഒരു നെഗറ്റീവ്, മരണം, തൂക്കിക്കൊല ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും തീർച്ചയായിട്ടും ഒരു ഭയങ്കര എംപവറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് സ്റ്റോറിയാണ്. നമ്മളിപ്പോ നമ്മുടെ ക്ലാസ്സിൽ കൂടുതലും സ്ത്രീകളായ കാരണം ഇതെന്തായാലും വായിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പൊ ഞാൻ അന്ന് മിസ് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു, മിസ് അന്ന് ആര്യയുടെ മറ്റേ ഹോണർ ചെയ്യുന്ന ചടങ്ങില് അങ്ങനെ പറഞ്ഞല്ലോ, എല്ലാ മേഖലയിലും നമ്മളെല്ലാരും സ്ത്രീകളെല്ലാരും എത്തണം എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത്. ആരാച്ചാർ എന്ന് പറയുന്ന ജോലി അതുവരെ പുരുഷന്മാർ ചെയ്തിട്ട് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഈ 2400 വർഷത്തിനടുക്ക് ആദ്യമായിട്ട് ഒരു സ്ത്രീ അത് ചെയ്യുമ്പോഴുള്ള വിവാദങ്ങളും അതിന് പ്രതികൂല അനുകൂലമായിട്ടൊക്കെ വരുന്ന ഓരോ സാഹചര്യങ്ങളും, അതേപോലെ ഈ ഒരു മാധ്യമ പ്രവർത്തനം, കച്ചവടവും ഇതൊക്കെയാണ് ഇതിൽ തുറന്നു കാണിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു നല്ലൊരു തീമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ എന്തായാലും വായിക്കണം. ഞാൻ അപ്പൊ അത് വായിച്ചിട്ടുള്ളത്, ഞാൻ അത്ര വലിയ നോവൽസ് വായിക്കുന്ന, ഇത്ര വലിയ നോവൽസ് ഒന്നും ഇരുന്ന് വായിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ ഇതുപോലെ ഒരു റിവ്യൂന്റെ മിസ് പറഞ്ഞു, എന്റെ ഡിഗ്രി പഠിക്കുമ്പോഴുള്ള മിസ് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. പക്ഷെ വായിച്ചു തുടങ്ങി നമുക്ക് ആ കണ്ടിന്യൂറ്റിയോടെ ഇങ്ങനെ വായിക്കാൻ തോന്നുന്ന ചില നോവൽസ് ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഒരു നോവലാണ്. അപ്പം എന്തായാലും വായിക്കുക, ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഇത്രയും
ഇല്ല മിസ്സേ. അത് മിസ്സേ സോറി. ഇൻട്രൊഡക്ഷൻ. സോ നമ്മളെല്ലാരും ഇപ്പോ ഇത് പറഞ്ഞിട്ടുള്ള റിവ്യൂ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും പുസ്തകം വായിക്കാൻ നല്ലൊരു റിവ്യൂ ആയിരുന്നു. പുസ്തകം വായിക്കാനുള്ളൊരു ഇത് കൂടുതൽ ആളൊന്നും അതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. നമുക്കും ആ പുസ്തകം വായിക്കാനുള്ളൊരു ഹിന്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും പുസ്തകം വായിക്കാൻ നന്നായിരുന്നു. താങ്ക് യു. ഞാൻ ഞാൻ ആരാച്ചാറൽ പുസ്തകം വായിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കട്ടി കണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചൊരു പുസ്തകമായിരുന്നു അത്. ഞാൻ തുടക്കം ഒന്ന് വായിച്ചു നോക്കി. പക്ഷെ ആ ഒരു കട്ടി കണ്ടപ്പോ ഇങ്ങനെ കുറച്ച് ഈശ്വരാ അത് കുറെ വായിക്കാണ്ടല്ലോ അങ്ങനെ ഒരു രീതിയിൽ മാറ്റി വെച്ചതായിരുന്നു. അതിന്റെ ഉള്ളടക്കം എന്താ അറിയില്ല. പക്ഷെ ഒരുപാട് സമകാലിക പ്രസക്തിയുള്ള ഒരു പുസ്തകമാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പുസ്തകം തന്നെ ഈ ലിറ്റററി റൺസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന് സെലക്ട് ചെയ്ത ഫിദയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. കാരണം വായിക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു പുസ്തകം അതിന്റെ ഒരു ചുരുക്ക രൂപം വളരെ ഇനിയും വായിക്കാൻ ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിൽ തന്നെ ഫിദ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതിലെ എല്ലാ കഥകളും പറഞ്ഞ് ഇത് മൊത്തം പറയാതെ തന്നെ ബട്ട് ആ ഒരു എന്താ പറയാ ഒരു ഇത് ഇങ്ങനെ വായിക്കാനുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഫിദ പറഞ്ഞത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഹായ്. അപ്പൊ ഫിദ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലേ ഇത് വലിയൊരു കഥയാണ്, മുഴുവൻ പറയുന്നത് പോസിബിൾ അല്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും കേട്ടപ്പോ തോന്നിയില്ല. എനിക്കൊരു മുഴുവൻ കഥ കേട്ട ഒരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഫിദയുടെ അവതരണം വളരെ ഭംഗിയായിരുന്നു. പിന്നെ കഥയുടെ പ്രധാന ഭാഗങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ വളരെ ലളിതമായിട്ട് തന്നെ ഫിദ പറഞ്ഞു. അപ്പോ ഇത് കേട്ടപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി ആരാചാരം വായിക്കണം എന്നുള്ളത്. ഞാനും വലിയ നോവൽസ് ഒന്നും വായിക്കാറില്ല അതിന്റെ അട്ടി കണ്ടിട്ട്. അപ്പോ ഇത് ഇൻസ്പിറേഷൻ ആയി. എന്തായാലും ഗുഡ് പെർഫോമൻസ് ആയിരുന്നു ഫിദ. താങ്ക് യു.